ഹായ് നമസ്കാരം. 10 ലക്ഷം ജനസംഖ്യയുള്ള 31 ജില്ലകളാക്കി തിരിക്കും മിഷൻ 41 നടപ്പിലാക്കാൻ രണ്ടും കൽപ്പിച്ച് BJP. അടുത്ത 1.5 വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ BJP തീരുമാനം. ഇതിനായി ചില മുന്നൊരുക്കങ്ങളും സംഘടനാ പ്രവർത്തനം ലഘൂകരിക്കുകയും ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പും പാർട്ടി നടത്തും. പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരളത്തെ 31 ജില്ലകളാക്കി വിഭജിക്കും. 10 ലക്ഷം പേർക്ക് ഒരു ജില്ല എന്ന നിലയിലാണിത്. കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി MP-യും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഇരുവരും വ്യക്തമാക്കി. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ വൈസ് പ്രസിഡന്റുമാരുമായ AN രാധാകൃഷ്ണൻ, ശോഭ സുരേന്ദ്രൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, V. മുരളീധരൻ എന്നിവരും പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, തൃശൂർ നഗരസഭകളിൽ അധികാരം പിടിക്കുകയെന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തവണയും BJP-യാണ് പ്രധാന പ്രതിപക്ഷം. 2010-ൽ വെറും 6 സീറ്റുകൾ മാത്രമുണ്ടായിരുന്നത് 2015, 2020 വർഷങ്ങളിൽ 35ലേക്ക് ഉയർത്താൻ BJP-ക്ക് കഴിഞ്ഞിരുന്നു. സംഘടനാ തലത്തിൽ കൂടുതൽ ജില്ലകളാക്കിയുള്ള പ്രവർത്തനം മറ്റ് പല സംസ്ഥാനങ്ങളിലും BJP-ക്ക് നേട്ടമുണ്ടാക്കാൻ സഹായകമായിരുന്നു. ഇത് കേരളത്തിലും നടപ്പിലാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 41 സീറ്റുകളിൽ വിജയം പിടിച്ചെടുക്കുകയെന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഇതിനു വേണ്ടുന്ന തരത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കും. പിന്നോക്ക വിഭാഗങ്ങൾ BJP-യോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ഉറപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുന്നതിനോടൊപ്പം പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുതെന്നും തീരുമാനിച്ചു. അതേസമയം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി യോഗം ചർച്ച ചെയ്തില്ല. സമാനമായി തന്നെ പാലക്കാട് നഗരസഭയിൽ ലീഡ് കൈവിട്ടതും യോഗത്തിൽ ചർച്ചയായില്ല. K. സുരേന്ദ്രൻ തന്നെ 2026-ലെ 26 വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് ഇന്നത്തെ യോഗത്തിലെ അനൌദ്യോഗിക തീരുമാനം. പാലക്കാട് തിരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറി അവസാനിച്ചുവെന്നും പാർട്ടി വിലയിരുത്തുന്നു. അതേസമയം ഡൽഹിയിലെ മറ്റൊരു വാർത്ത. മുസ്ലിം ആണെങ്കിൽ കടയ്ക്ക് മുന്നിൽ പേരെഴുതണം, ഹിന്ദുവാണെങ്കിൽ കാവിക്കൊടി വെക്കണം. BJP കൗൺസിലറുടെ നടപടി വിവാദത്തിൽ. മുസ്ലിം വ്യാപാരികൾക്കെതിരെ വിവേചനവുമായി BJP കൗൺസിലർ രവീന്ദർ സിംഗ് നെഗിയാണ് തെരുവിൽ കച്ചവടം നടത്തുന്ന മുസ്ലിം കച്ചവടക്കാരോട് വിവേചനപരമായി പെരുമാറിയത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. വിഷയത്തിൽ ഡൽഹി പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന് CPM പ്രതികരിച്ചു. തങ്ങളുടെ ട്വിറ്റർ ഹാൻഡിലൂടെയാണ് രവീന്ദർ സിംഗ് നെഗിയുടെ വീഡിയോ CPM പുറത്തുവിട്ടത്. തെരുവ് കച്ചവടക്കാർക്കിടയിലൂടെ നടക്കുന്ന ഇയാൾ ഓരോരുത്തരോടും പേര് ചോദിക്കുന്നുണ്ട്. പേര് പറയുന്നത് മുസ്ലിം ആണെങ്കിൽ ആ പേര് സ്റ്റാളിന് മുന്നിൽ എഴുതി വെക്കണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയാണ്. ഹിന്ദു കച്ചവടക്കാർക്ക് ഒരു കാവിക്കൊടി നൽകി ഇത് സ്റ്റാളിൽ കുത്തി നിർത്തണം, എങ്കിലേ ഹിന്ദു ആണെന്ന് സാധനം വാങ്ങാൻ വരുന്നവർ അറിയൂ എന്നും ഇയാൾ പറയുന്നു. മറ്റു സമുദായം ഭക്ഷണത്തിൽ മായം കലർത്തുമെന്ന് ഇയാൾ ഒപ്പമുള്ളവരോട് പറയുന്നുണ്ട്. വീഡിയോയിൽ കാണാം. കാവിക്കൊടി വെച്ചാൽ ആളുകൾക്ക് മുസ്ലിം കടക്കാർ ആരാണെന്ന് മനസ്സിലാക്കാനാവുമെന്നും ഇയാൾ പറയുന്നുണ്ട്. പേര് എഴുതിയിട്ടുണ്ടെന്ന് ഒരു മുസ്ലിം കച്ചവടക്കാരൻ പറയുമ്പോൾ എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ മുൻവശത്ത് തന്നെ എഴുതണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട്.
ഇത്തരത്തിൽ രവീന്ദർ സിംഗ് നെഗിയുടെ പല വീഡിയോകൾ ആർട്ട് ന്യൂസ് സ്ഥാപകൻ മുഹമ്മദ് സുബൈറും പങ്കുവച്ചു. ഇത്തരത്തിലുള്ള വീഡിയോകൾ തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. മാന്യമായി കച്ചവടം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം കച്ചവടക്കാരെ BJP കൗൺസിലർ രവീന്ദർ സിംഗ് നെഗി തുടർച്ചയായി ഭയപ്പെടുത്തുകയാണ്. ഇതാണ് ഏറ്റവും പുതിയ വീഡിയോ. മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെതിരെ ഈ മനുഷ്യനെതിരെ എന്തുകൊണ്ടാണ് ഇതുവരെ ഡൽഹി പോലീസ് കേസെടുക്കാത്തത് എന്ന് CPM എക്സ് ഹാൻഡിലിൽ കുറിച്ചു. ഡൽഹി പോലീസിനെ കുറിപ്പിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഡൽഹി 198 വിനോദ് നഗർ ഈസ്റ്റ് കൗൺസിലറാണ് നെഗി. വീഡിയോ പുറത്തു വന്നതോടെ രവീന്ദർ സിംഗ് നെഗിക്കെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. ഒരു മതവിഭാഗത്തിനെതിരെ ഇങ്ങനെ ചെയ്യുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് യോജിച്ചതല്ല എന്ന് സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുന്നു. മോദി കാ പരിവാർ എന്നാണ് ഇയാൾ തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ കുറിച്ചിരിക്കുന്നത്. പത്പർഗഞ്ചിനെ മികച്ചതാക്കാനാണ് ശ്രമം എന്നും ഇയാൾ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ കുറിച്ചിട്ടുണ്ട്. 2020 തെരഞ്ഞെടുപ്പിൽ പത്പർഗഞ്ചിൽ നിന്ന് MLA സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ മനീഷ് സിസോദിയ ആണ് ഇവിടെ നിന്ന് വിജയിച്ചത്. സിസോദിയയ്ക്ക് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 49.33% ലഭിച്ചപ്പോൾ നെഗിക്ക് 47.0% വോട്ട് ലഭിച്ചു. നേരിയ ഭൂരിപക്ഷത്തിലാണ് നെഗി ഇവിടെ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും നെഗിക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നുറപ്പാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. കേവലം കൗൺസിലറായ ഇയാൾ ഇപ്പോൾ തന്നെ ഇത്ര വലിയ വിദ്വേഷം വച്ചു പുലർത്തുന്നു എങ്കിൽ MLA ആയാൽ എന്താവും സംഭവിക്കുക എന്നും നെറ്റിസൺസ് ചോദിച്ചു. വിഷയത്തിൽ BJPയോ നെഗിയോ ഡൽഹി പോലീസോ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരും മുസ്ലിം കച്ചവടക്കാരോട് പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇതോടൊപ്പം മറ്റൊരു വാർത്തയും കൂട്ടിച്ചേർക്കാം. വിശ്വ ഹിന്ദു പരിഷത്ത് സമ്മേളനത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ സുപ്രീം കോടതി വിശദാംശങ്ങൾ തേടി. അലഹബാദ് ഹൈക്കോടതിയുടേതാണ് വിശദാംശങ്ങൾ തേടിയത്. പ്രസംഗത്തിന്റെ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കോടതി ഇടപെടൽ. ഡിസംബർ 8 സംഘപരിവാർ സംഘടനയായ BHP ഏക സിവിൽ കോഡ് സംബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജസ്റ്റിസ് SK യാദവ് വിവാദ പരാമർശങ്ങൾ നടത്തിയത്. ഭൂരിപക്ഷത്തിന്റെ താൽപര്യത്തിന് അനുസരിച്ചാണ് ഇന്ത്യ മുന്നോട്ട് പോവുക എന്നായിരുന്നു ജഡ്ജി പറഞ്ഞത്. ഇത് ഹിന്ദുസ്ഥാനാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരമായിരിക്കണം ഹിന്ദുസ്ഥാനിൽ കാര്യങ്ങൾ നടക്കേണ്ടത്. ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിലല്ല ഇതെല്ലാം പറയുന്നത്, മറിച്ച് രാജ്യത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൂരിപക്ഷത്തിന് ക്ഷേമവും സന്തോഷവും ഉണ്ടാവുന്ന ഭരണം മാത്രമേ ജനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് ജഡ്ജി പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ഉപയോഗിക്കുന്ന കത്മുല്ല എന്ന പദവും ജഡ്ജി പ്രസംഗത്തിൽ ഉപയോഗിച്ചിരുന്നു. കുട്ടികൾക്ക് ദയയും സഹിഷ്ണുതയുമാണ് പഠിപ്പിക്കേണ്ടത്. എന്നാൽ മൃഗങ്ങളെ അറക്കുന്നത് കണ്ടുവളരുന്ന മക്കൾക്ക് എങ്ങനെയാണ് ദയയും സഹിഷ്ണുതയും ഉണ്ടാവുക എന്നും ജസ്റ്റിസ് S യാദവ് ചോദിച്ചിരുന്നു. ജഡ്ജിയുടെ പ്രസംഗം വിവാദമായതോടെ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യമുയർത്തിയിരുന്നു. ദി ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് GAR ജസ്റ്റിസ് യാദവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ജസ്റ്റിസ് ശേഖർ കുമാറിന്റെ പ്രസംഗം ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയിലും സ്വാതന്ത്ര്യത്തിലും സാധാരണ പൗരന്മാർക്കിടയിൽ സംശയം ജനിപ്പിക്കുന്നതാണ്. പ്രസംഗത്തിന് വലിയ പ്രചാരം ലഭിച്ച സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി അനിവാര്യമാണെന്നും പരാതിയിൽ പറയുന്നു.